ഗൾഫിൽ നിന്ന് വന്ന് ഒരാഴ്ചയായി ചക്ക കഴിക്കണമെന്ന മോഹമായിരിക്കുമ്പോൾ ദാ വരുന്നു 2 ചക്ക. ഒന്ന് എന്റെ മകളുടെ ഭർത്താവിന്റെ അമ്മയും ഒന്ന് എന്റെ ഒരു കൂട്ടുകാരൻ. രണ്ടുപേരും ഓരോ ചക്ക കൊണ്ട് തന്നു. എന്നാ പിന്നെ ഇന്നത്തെ മൽപ്പിടുത്തം ചക്കയുമായിട്ട് തന്നെ ആവാം എന്ന് തീരുമാനിച്ചു. മരുമകന്റെ വീട്ടിൽ നിന്ന് കൊണ്ടു തന്ന ചക്ക തന്നെ ആദ്യം വെട്ടാൻ തീരുമാനിച്ചു. ചക്ക വെട്ടാനുള്ള കത്തിയും കടാരിയും കയ്യിൽ തടവാനുള്ള എണ്ണയൊക്കെ ഭാര്യ കൊണ്ട് തന്നു. ചക്ക വെട്ടി രണ്ടാറ്റ് മലർത്തി വെച്ചു. ഭാര്യയുടെ മുഖത്ത് സന്തോഷമാണോ ദുഃഖമാണോ എന്നറിയില്ല, ഒരു രണ്ടും കെട്ട ഭാവം. ചക്ക വെട്ടിയപ്പോ എനിക്കാണെങ്കിലോ കൊച്ചുമക്കൾ അടുത്തില്ലല്ലോ എന്ന സങ്കടവും. ചക്ക വീണ്ടും രണ്ടായിട്ട് കീറിയെടുത്തു. അപ്പോഴും മനസ്സിലൊരു സങ്കടം, ഇത് കാണാൻ ആരും ഇല്ലല്ലോ എന്ന്. അപ്പോഴെന്റെ മനസ്സിൽ ഒരു കാര്യം ഓടിയെത്തി. എന്റെ സഹോദരങ്ങളുണ്ടല്ലോ, ഞാൻ എന്തായാലും അവരെ എല്ലാം ഒന്ന് കാണിക്കാം. അതാ കണ്ടോളി ചക്ക, ഇതാണ് ചക്ക, നല്ല കിടിലൻ ചക്ക കേട്ടാ. ഓരോ ചുള വീതം എല്ലാ സഹോദരങ്ങൾക്കും ഇതേ പിടിച്ചോളി. ആരും വാങ്ങിക്കാനില്ലാത്തോണ്ട് ഞാൻ തന്നെ തിന്നു. അപ്പൊ ഇതാ ഭാര്യയുടെ ഓർഡർ വന്നു, ചേട്ടാ അതും കൂടെ ഒന്ന് പൊളക്കോ, എന്നിട്ട് 3 പീസും 3 സഹോദരങ്ങളുടെ വീട്ടിൽ കൊടുക്കാം. ശരി, അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു. ഇവിടെ വച്ചിരുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. എന്റെ വയലാണെങ്കിൽ ആ പാടെ 4-5 പല്ലുണ്ട്, അത് വെച്ചിപ്പോ എന്ത് ചെയ്യാനാണ്. അങ്ങനെ അതും കഴിഞ്ഞിരുന്നപ്പോ ഭാര്യയ്ക്ക് പുതിയ ഐഡിയ, ചക്കപ്പായസം വെച്ചാലോ എന്ന്. ശരി, ചക്കപ്പായസമെങ്കിൽ ചക്കപ്പായസം. ഞാനും കൂടെ ചേർന്ന് കുറെ ചുളയൊക്കെ ഇളക്കി അങ്ങോട്ട് കൈ കൊടുത്തു. ചക്കച്ചുള പായസവും വയ്ക്കാം, ചക്കക്കുരു അവിച്ചും തിന്നാം. ഇത് കേട്ടതും ഭാര്യയുടെ പുതിയ കമന്റ് വന്നു, ചക്കക്കുരു തിന്നണ്ട, രാത്രി മനുഷ്യന് കിടന്നുറങ്ങണം. ഭാര്യ സ്പീഡിന് ചക്ക ഇളക്കുകയാണ്. ഞങ്ങളിതാ ചക്കപ്പായസം വയ്ക്കാൻ തുടങ്ങുകയാണ്. എല്ലാവരും അഡ്രസ് അയച്ചു തരിക, ചക്കപ്പായസം പാർസൽ അയച്ചു തരും. നിങ്ങളുടെ ചക്ക വെട്ട് കണ്ട എല്ലാവർക്കും നന്ദി.